എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നുള്ളൊരു റിവിഷൻ ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ നീട്ടി പറയുന്നില്ല, പരീക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ സയൻസ് 80 മാർക്കിലേക്കുള്ള വിവരം എല്ലാവർക്കും അറിയാം. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് നേരിടുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് SS-ൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ എഴുതാനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. കുറഞ്ഞ സമയമുള്ള സമയത്തിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം എഴുതി മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിന് മുന്നത്തെ ഒരു വീഡിയോ നമ്മൾ മാപ്പ് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാപ്പിൽ ഒരു മാർക്ക് മിസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഒരു ആനിമേറ്റഡ് രൂപത്തിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ ഇതിൽ SS-ൽ നമ്മൾ നോക്കുക, സാമൂഹ്യശാസ്ത്രം 1 SS1 പാർട്ട് എയിൽ, അതായത് പാർട്ട് എ പാർട്ട് ബി. സോഷ്യൽ സയൻസിൽ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. അതിൽ പാർട്ട് എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചോയ്സ് ഇല്ല, നിർബന്ധമായിട്ടും നിങ്ങൾ ഒഴിവാക്കൽ ഒരൊറ്റ ചാൻസ് മാത്രമേ ഉള്ളൂ. അതിൽ ഇപ്പോൾ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും 4 മാർക്ക്, സംസ്കാരവും ദേശീയതയും 4 മാർക്ക്, സമരവും സ്വാതന്ത്ര്യവും 5 മാർക്ക്, രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും 4 മാർക്ക്, സമൂഹശാസ്ത്രം എന്തിന് സോഷ്യോളജി 3 മാർക്ക്. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ല. അപ്പോൾ ഈ പാഠഭാഗങ്ങൾ എന്ത് വില കൊടുത്തും നിങ്ങൾ അതിൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണർ ഷുഡ് ബി അണ്ടർസ്റ്റുഡ്. അത് നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്യണം ഈ പാഠങ്ങൾ. അതേപോലെ തന്നെ പിന്നെ സാമൂഹ്യശാസ്ത്രം SS2-ൽ പാർട്ട് എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് വൈവിധ്യങ്ങളുടെ ഇന്ത്യ 7 മാർക്ക്, ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം 5 മാർക്ക്, മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ 4 മാർക്ക്, ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും 4 മാർക്ക്. അപ്പോൾ പറഞ്ഞല്ലോ, ഇത് നമ്മളെ SS2-ലെ പാർട്ട് എ. അപ്പോൾ നമ്മൾ പാർട്ട് എയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ അതിലേതെങ്കിലും പാഠം നിങ്ങൾ ഇനി പഠിക്കാനുണ്ടെങ്കിൽ അതിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ പാർട്ട് ബിയിൽ പഠിക്കാൻ പാടുള്ളൂ. പാർട്ട് ബി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, റവല്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ ലോകം 20-ാം നൂറ്റാണ്ടിൽ. അതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് രണ്ടിന്നും ചോദ്യങ്ങൾ വരും. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തിരഞ്ഞെടുക്കാം. 6 മാർക്ക്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അല്ലെങ്കിൽ കേരളം ആധുനികതയിലേക്ക് 6 മാർക്ക്. പൊതുഭരണവും പൗരബോധം ഒന്നെങ്കിൽ അല്ലെങ്കിൽ പൊതുഭരണം 8 മാർക്ക്. അതേപോലെ തന്നെ SS2-ൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഋതുഭേദങ്ങളും സമയവും, അതല്ലെങ്കിൽ കാറ്റിൻ്റെ ഉറവിടം തേടി 8 മാർക്ക്. ആകാശകണ്ണുകളോ അറിവിൻ്റെ വിശകലനവും അല്ലെങ്കിൽ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ 4 മാർക്ക്. പൊതുചെലവും പൊതുവരുമാനവും അല്ലെങ്കിൽ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും 8 മാർക്ക്. ഇങ്ങനെയാണ് നമ്മൾ പാർട്ട് എ പാർട്ട് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, പാർട്ട് എ പാർട്ട് ബി തരംതിരിച്ചിട്ട് എയിൽ വരുന്ന ഭാഗങ്ങൾ SS1 SS2-ൽ കമ്പൾസറി ആയിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളാണ്. മറ്റേ ചോയ്സ് ഉണ്ട്. ഏതാണോ നിങ്ങൾക്ക് ഈസി ഉള്ളത് പാർട്ട് ബിയിൽ അത് തിരഞ്ഞെടുത്ത് ആദ്യം പഠിക്കുക. എന്നിട്ട് നമ്മൾ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഉള്ള പഠിക്കുക, മുഴുവൻ മാർക്കും കിട്ടും. ഏതായാലും നമ്മൾ വിഷയത്തിലേക്ക് എടുക്കുകയാണ്. നമ്മൾ നേരിട്ടുള്ള റിവിഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ നിങ്ങളോട് നേരിട്ട് സംവദിക്കുകയാണ്. റിവിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. വായിക്കുന്ന ആളുകൾക്ക് ഈസിയാണ്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ വീഡിയോ ലാസ്റ്റ് വെച്ച് ചെയ്യാൻ കാരണം, കുറേ ആളുകൾ PDF ഫയൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മളോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ PDF ഫയൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അരമണിക്കൂർ 1 മണിക്കൂർ ഒഴിവിനനുസരിച്ച് നോക്കിയാൽ കുറേ ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ അതിൻ്റെ ഷോർട്ട് ആൻസറുകൾ പ്രധാനപ്പെട്ടതാണ് ഈ PDF ഫയലിലുള്ളത്. അത് നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കുക. ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പഠിച്ചത് ഇനി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണമെന്നില്ല. ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ അതിൽ ബുദ്ധിമുട്ടുള്ളത് അത് നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക. നമുക്കും തന്നെ സമയം കുറവാണ്, എലാബറേറ്റ് ചെയ്ത് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് PDF ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ,
നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലോക ചരിത്രത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ള ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ചോദ്യമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലോക ചരിത്രത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത്. അപ്പോൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലോക ചരിത്രത്തെ എങ്ങനെ സ്വാധീനിച്ചു. അതിലിപ്പോൾ വളരെ കറക്റ്റ് ആൻസറുകൾ മാത്രമേ നമുക്ക് ഇവിടെ പറയേണ്ടതുള്ളൂ, നിങ്ങൾ എഴുതേണ്ടതുള്ളൂ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഒരു പയനിയർ റവല്യൂഷനായിരുന്നു, തുടക്കമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തുള്ള മറ്റ് സ്വാതന്ത്ര്യ സമരങ്ങൾക്കൊക്കെ വളരെ വലിയൊരു മോട്ടിവേഷൻ, പ്രചോദനമായിരുന്നു അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പിന്നെ ലോകത്ത് റിപ്പബ്ലിക്കൻ എന്ന ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. അതോടൊപ്പം തന്നെ ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. ഫെഡറൽ രാഷ്ട്രം എന്ന ഒരു പോയിന്റ്, ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം, ഫെഡറൽ സംവിധാനം എന്ന ഒരു സംഗതി വന്നു. ഇതൊക്കെയാണ് അമേരിക്കൻ റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ്. ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ വർഷം നമുക്കറിയാം. ഫ്രഞ്ച് വിപ്ലവം 1789, റഷ്യൻ വിപ്ലവം 1917, 1917. അപ്പോൾ ഇതിൽ റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? റഷ്യൻ റവല്യൂഷനിലേക്ക് എത്താൻ റഷ്യയിൽ വിപ്ലവം ഉണ്ടാവാണ്ടായ സാഹചര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പോയിന്റ് ചെയ്തേണ്ടത് റഷ്യയിൽ സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യം, പിന്നെ കാർഷിക മേഖല തകർന്നത് നമ്മൾ എഴുതണം. അതേപോലെ തന്നെ തുച്ഛമായ വ്യാവസായികോൽപാദനം, വിദേശ നിയന്ത്രണത്തിലുള്ള വ്യവസായങ്ങളൊക്കെ വിദേശ നിയന്ത്രണത്തിലായി. പിന്നെ അതേപോലെ തന്നെ സാഹിത്യകാരന്മാരുടെയും ചിന്തകന്മാരുടെയും പ്രചോദനം എഴുതണം. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ എഴുതേണ്ടത് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, കാൾ മാർക്സ്, ഫ്രെഡറിക് ആംഗൽസ്, ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ, ഇവരുടെ പേര് അവിടെ സ്പെസിഫൈ ചെയ്യണം. ഇങ്ങനെ കുറേ സംഗതികൾ വരുന്ന ഇനി ഇതിൻ്റെ കൂടുതൽ വിശാലമായ ഒരു സംഗതി ഡിസ്ക്രിപ്ഷനിൽ PDF ഫയലിൽ കൊടുക്കുന്നു. നിങ്ങൾ നിർബന്ധമായിട്ടും അത് നോക്കുക. എന്നിട്ട് ഈ അവസാന സമയമായതുകൊണ്ടാണ് നമ്മൾ വിശദീകരിച്ച് പറയാത്തത്. നിങ്ങളിനി കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ആവശ്യമുള്ള ആളുകൾ, കുറേ റിക്വസ്റ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് PDF ഫയൽ നമ്മൾ നൽകുന്നത്. നിങ്ങളത് ആവശ്യമുള്ള ആളുകൾ PDF നോക്കുക.